പൊക്കോ പൊക്കോ, വിട്ടോ വിട്ടോ. എങ്ങോട്ടേക്കാന്ന് വെച്ചാ പൊക്കോ. രണ്ടെണ്ണം കൂടി പോണോക്കെ. ആ ചൂലൊന്ന് കാണിക്കട്ടെ. ഇതാണ് വെറൈറ്റി ചൂല്. ഈ കാട്ടിലൊക്കെ ഉണ്ടാവണ ഒരു സംഭവം എടുത്ത് ഉമ്മ ചൂലുണ്ടാക്കിയേക്കെന്താ. കാട്ടിലുണ്ടാവണ പുല്ല് പുല്ല് വെച്ചുള്ള ചൂല്. അത് കാരണം അവളിരുന്ന് അടിക്കുന്നത്. സാധാ ചൂലാണെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു മടിയാ. അടിച്ചോടത്തേക്ക് പോണ്ട്. നമുക്ക് അടിച്ച് വരി കൂട്ടാൻ നട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. കാട്ടില് മുല്ലയൊന്നുമല്ല, ഇത് കാട്ടിലുണ്ടാവണ മുള്ളുള്ളൊരു സംഭവമാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കൊണ്ടുപോയി നടാ. ഞാൻ പറഞ്ഞത് കാടാണ്. അങ്ങനെ രാവിലെ തന്നെ ചിക്കൻ വാങ്ങാൻ പോയായിരുന്നു കേട്ടോ. ഉമ്മ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ തമ്മിലടിപ്പിക്കും. ചിക്കൻ്റെ കഷ്ണം കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കൂല മക്കളെ, കിട്ടൂല മക്കളെ. ഉമ്മ പോയി, ഇന്ന് കിട്ടൂല. എവിടെയെന്ന് വെച്ചാൽ പൊക്കോളണം. ഇതിൽ പറയാനുണ്ടാ? ഇതേ പോണേ ഇതിൽ പറയാനുണ്ടാ? ഉമ്മ വന്നാൽ മാത്രം ഓടി വരാൻ പറ്റുള്ളൂ. ഇതിൽ കൂടെ ഉമ്മ കടത്തിയിടൂല. വലയിട്ടടാ വലയിട്ട്. ഇനി കിടക്കൂല. ഉമ്മ അവിടെ ചിക്കൻ റെഡിയാക്കേണ്ട. എന്താന്ന് വെച്ചാൽ അടുത്ത ആൾ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ട എന്താണ് ചിക്കൻ്റെ മണം കിട്ടിയിട്ട് വന്ന ആൾക്കാരൊക്കെ കിട്ടാം. ആയിട്ട് കൊടുക്കട്ടെ കോഴി. ഫസ്റ്റ് വന്നുണ്ട് പണി കഴിഞ്ഞിട്ട്. കോഴിക്ക് ഇട്ട് കൊടുക്കാൻ. ബാ 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 ബാ. ഉമ്മ അറിഞ്ഞിട്ടില്ല. ചാടിപ്പോയ കുഞ്ഞിന് ഇട്ട് കൊടുക്കാൻ. ആട്ട് കൊടുക്കൂല, അവള് ചാടിപ്പോയിട്ടല്ലേ. വേണോ വേണോ? ആർക്കാ ആർക്കാ ആർക്കാ? ടണ്ടടാൻ ടണ്ടടാൻ. എന്താർക്കാണ്ട് തല്ലാണ് തല്ലി കേട്ടാ. എന്താർക്കാണ്ട് പോയി തട്ടിക്കൊണ്ട് പോയി. അമ്മയെ പുള്ളേ മഞ്ഞുണ്ട്. ചാടി കയറിയത്. എന്നെ താഴെ ഇറക്കണീന്ന്. പൂച്ചക്ക് രക്ഷയില്ല. രണ്ടെണ്ണം കൂടി പോണോക്കെ. പോയി കളക്കടി. ഒരു പണി എടുക്കൂലള്. കണ്ടപ്പമേ ആ മണി എടുത്തില്ലാന്ന്. എന്താ ആത്മാർത്ഥത.
പൊട്ടി പൊട്ടി മുഴുവൻ എലിയൊന്നല്ലോ. ഇതാ എലി വിട്ടു. ചേമ്പിന്റെ എടുത്തമ്മ ചേമ്പിന്റെ താഴ്ത്തെടുക്കും. കഴിഞ്ഞ ഇല്ല ചേറോ കൃഷി കണ്ട, ഇതാണ് കൃഷി വരാ. കൃഷി കണ്ടില്ലേ? എടുക്ക വിത്ത് എടുക്ക, അതേമാതിരി തന്നെ കുഴിച്ചിടാം. അടലും കഴിഞ്ഞ് വിത്തെടുക്കലും കഴിഞ്ഞ്. അതങ്ങോട്ട് കൊടുക്ക്, അവിടെ തന്നെ കുഴിച്ചിട്ടെ. ചക്ക ഉണ്ടാവുന്നുണ്ട്, മുഴുവൻ പൂത്തിട്ടുണ്ട്. കണ്ടാ പിന്നെ കണ്ട കുഞ്ഞി ചക്ക, കുഞ്ഞു കുഞ്ഞി ചക്ക ഉണ്ടാവുന്നുണ്ട. ചക്ക ഉണ്ടെന്ന് പറഞ്ഞ ചക്കയുടെ ഇതുണ്ട്, കുഞ്ഞി ചക്കയുണ്ട്. പറഞ്ഞ വിളിച്ചോണ്ട് വന്നേ കപ്പ വരാന്ന് പറഞ്ഞിട്ട് ഇത് കാട്ടില് ചേമ്പുള്ള തന്നെ. നീ എവിടെ പോണ്ടി? പിന്നെ പണിയെടുക്കാൻ വിളിക്കണ്ടടി. അതിനാണ് ആ ഫസ്റ്റാന്നുള്ള നീട്ടി വിളി, അല്ലാണ്ട് ഇതിനാ. എവിടെ ചേമ്പ്? അത്ര ഉള്ളൂ. കിട്ടിയില്ല. അങ്ങനെ ഉമ്മാടെ പറമ്പില് ചേന, ചേന ഫസ്റ്റ് ചേന ഇവിടെ ചെറുതല്ല കേട്ടത്, വലുതാണ്. എനിക്ക് കാണണ്ട. പിന്നെ അവിടെ ഇവിടെ ഇവിടെ തന്നെ അവിടെ പൊക്കിക്കോ. പോയി ഒന്നും കിട്ടിയില്ല. കട്ട് കഷ്ണിച്ച് മഞ്ഞളിന്റെ കട. പുള്ളങ്ങള് വീടിന്റെ അകത്തല്ലേ, അപ്പൂത്ത് വരെ കയറാറുണ്ടായിരുന്നു. കിട്ടിപ്പോയി.
ചെറിയ ചെറുതാണ്. അത്ര ഉള്ളൂ തീരെ ചെറുത്. 2 പീസ് ചെയ്യണം. ഉമ്മാൻ്റെ സ്കോപ്പിൽ പെട്ടതല്ലേ. ശതാവരി തുറന്ന് ചോദിച്ചിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ തയ്യ തൈ ഇതാണ് പൈനാപ്പിളിൻ്റെ തൈ. ഇത് കുഴിച്ചിട്ടാലേ ഇതിൽ പൈനാപ്പിൾ ഉണ്ടാവുള്ളൂ. ഉമ്മ കുഴിച്ചിട്ടുണ്ട്. അതവിടെ ഇട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്. മാങ്ങിഞ്ചി ചീത്തയായി പോലെ ഒരു കഷ്ണയിലോട്ട് അടുത്തൊന്നുണ്ടാവട്ടെ. കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ അവിടെ തന്നെ അങ്ങോട്ട് മൂടാം. അത് കട പറിക്കാൻ ആ കട വലിയ കട. അങ്ങനെ ഞാൻ ഈ മമ്മട്ടി അങ്ങടെയൊക്കെ കൈമാറി. നിനക്കാണ് തരുന്നത്. എനിക്കാണോ അത്? കണ്ട് ഒരെണ്ണം തരണോ കേട്ടാ. കൊമ്പേ പോകുമ്പോളാ വേപ്പല വേപ്പില കൊണ്ടുപോകാനുള്ള മരുന്ന് അപ്പൊ പറിച്ചിട്ട് മരുന്ന് അടിക്കാറുന്നില്ലേ? അതെ, അരിയത്തുണ്ട്. നല്ലതുണ്ടോ? ദൂരെ കളിച്ചിട്ടാ, ദൂരെ കളിച്ചു. ദൂരെ കളിച്ചാൽ പോരെ. നിധി ഉണ്ടോ നോക്ക്. നിധി അതെ, കപ്പയുടെ കയറിയുണ്ട്. അത് കൂവയുടെയും വലിയ അപ്പനും അന്ന് കൊണ്ടുപോയാലേ. ഇങ്ങോട്ടൊക്കെ പൊടിച്ചു പോണു. നിങ്ങളല്ല ഇത്ര നേരം വെട്ടിയത് സുഖം ഓർമ്മ. വെട്ടി നോക്കാം. അയ്യോടാ, വലിയൊരു പീസ് കട്ടായി. ഇത് അടിയിലേക്ക് പോയേക്കണ്. വീണ്ടും കട്ടായി, വീണ്ടും കട്ടായി. ഇതങ്ങനെയാ കൈമാറി തിരിച്ചു. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് ഈ സ്വത്താണ് നമ്മൾ എടുക്കാൻ പോന്നേ. അയ്യോ, വീണ്ടും കട്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ ഓ, ഒരു വെട്ട് കിട്ടിയില്ലേ? മാഷാ അല്ലാ. ഇതാണ് കപ്പ. 1 പീസ്. ഭസ്നം മറിഞ്ഞു വീണ് കമ്പം കൊണ്ട് ഇപ്പൊ ഫ്രണ്ടിൽ കിടന്നേരാ. ഭസ്നയുടെ പല്ല് നോക്കട്ടെ, പോയില്ലല്ലോ. ഞാൻ പേടിച്ചു പോയി. എൻ്റെ സ്വന്തം കോന്ത്രപ്പല്ലത്.
താഴെയാണ് നമുക്ക് മുകളിലുള്ളതെല്ലാം കിട്ടും. ഒരു കപ്പൊക്കെ വേണ്ടി എന്തോരം കളച്ചു. ഈ കപ്പൊക്കെ ഇത്തിരി എങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. ഇത് ഫുള്ള് താഴേക്ക് തോന്നിക്കണേ. ഇപ്പൊ ഒരു പീസ് പോയല്ല. എവിടെയായിരുന്നു? ഇതിന് താഴേക്ക് ഇത്രയും കുഞ്ഞു പോയി എന്തിനാ? വെറുതെ അല്ലമ്മ പറിക്കാത്ത. കിട്ടിയാ? നമ്മുടെ നെക്സ്റ്റ് ഐറ്റം നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് ഇതെവിടെ പോയി ഞാൻ മുറിക്കും. അടിന്ന് പൊക്കണം. മഴത്ത് വല്ല കത്തിയും കൊണ്ടുവരാൻ പറയും. ഇതിന് വെട്ടി കിട്ടും. കത്തിയൊന്നുമല്ല, എന്താണല്ലേ അവിടെ നേരത്തെ കിട്ടിയത്. ഒരൊറ്റ കപ്പയാണ്, പക്ഷെ ഇത് ഇവിടെയൊക്കെ പോയേക്കണം. അടീന്ന് എടുക്ക, അടീന്ന് പയ്യെ പയ്യെ. അവിടെ അല്ലടി, ഇവിടെന്ന് ഇല്ലടി, ഇവിടെന്ന് തിളച്ച് താഴേക്ക് പോലെ. അവിടെ വേറെ ഉണ്ടോ? സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് ഫസ്നാക്ക്. എനിക്കാ പണിയില്ല. മതിയില്ലേ കപ്പയൊക്കെ പൊട്ടാണ്ട് നീറ്റായിട്ട് എടുക്കണത്. ഇതിപ്പോ എത്ര കുത്തായ പൊട്ടി പൊട്ടി. വേറെ വഴിയില്ല. ഓ ചെറിയ പൊട്ടലുള്ളൂ. ഇന്നല്ലയ്യേ നമുക്ക് അത്ര ഉണ്ട്. ഇതെത്ര കിലോ ഉണ്ടാവും? എത്ര ഉണ്ട്? ഇത് എത്ര കിലോ ഉണ്ടാവും? ഉമ്മ വരുമ്പോ നോക്കും. 5 കൂടുതലുണ്ട്. അയ്യോ പകുതി പോയി. 5 തോന്നുന്നു. ഉള്ള കപ്പ കപ്പ ഉള്ള കേട്ടാ. ഇത്തരത്തിലുള്ള കപ്പടല്ലേ ആദ്യമായിട്ടാണ് എനിക്ക്. ഒറ്റടിക്ക് കപ്പെടുത്ത്. അതുള്ള ഒരെണ്ണോടി ഉണ്ടല്ലോടി. തരടി കണ്ട താഴേക്ക് പോയേക്കണം. ഫസ്റ്റിനെ കരിഞ്ഞു പോയിന്ന്. കപ്പ വിളവെടുപ്പ് കഴിഞ്ഞു. എനിക്കും ദാഹിക്കണ്ട്. ഓ എന്തോരം പണിയെടുത്തേ. നോക്കി ഇന്ന് പണിയെടുത്ത്. ഇപ്പൊ വിളവെടുത്ത്. എവിടെ കപ്പ എവിടെയാ? ടോട്ടൽ ഇത്രയും കപ്പയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ പകുതി നമ്മുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് ഇത്ര കിട്ടിയിരിക്കുന്ന കേട്ടാ. ഇത് പൊട്ടി. അതെ വലിയ കപ്പ.
പൊക്ക്. ആരിത്? പോട്ടെ പൊക്കോ പൊക്കോ. വിട്ടോ വിട്ടോ. എങ്ങോട്ടേക്കാന്ന് വെച്ചാ പൊക്കോ. കഴുകില്ലേ? കഴുകല്ലേ? ഉമ്മ കഴുകണ്ടേ? ഇത് നമ്മുടെ സ്വന്തം വെള്ളക്കൂവയാണ്. വെള്ളക്കൂവ ഓരോന്നായിട്ട് കഴുകിയെടുക്കേണ്ട. ചേന, പച്ചമുളക്. ഇത് പച്ചമുളകല്ല, കാന്താരി മുളക്. വിത്ത് തന്നതാണ് ഉമ്മ. പണിയെടുത്തതിന് ഉമ്മിച്ച് അവിടെ ഓറഞ്ച് ജ്യൂസുകളൊക്കെ ഉണ്ട്. ഓറഞ്ച് തന്നെയാണ്. ടാങ്കല്ല, ഓറഞ്ചാണ്. ഫുള്ള് മണ്ണാണ്. പണിയെടുക്കാൻ പക്ഷേ ഉമ്മ പറഞ്ഞു കേട്ടാ, പണിയെടുക്കാൻ. അനങ്ങി പണിയെടുക്കടിയാണ്. കാണട്ടെ. പോകുമ്പോ കൊണ്ടുപോകാന്ന് പ്രശ്ന നല്ലോണം അധ്വാനിക്കാൻ. വേണമെങ്കിൽ അതിന്ന് എടി, വേണമെങ്കിൽ അതിന്ന് നിനക്ക് വേണമെങ്കിൽ അതിന്ന് പണിയെടുത്ത് എടുത്തോണ്ട് പോയിക്കോളാൻ. ആ വന്നപ്പോ അങ്ങനെയായിരുന്നു. വന്നപ്പോ അങ്ങനെയല്ലായിരുന്നല്ലോ ഒന്ന്. ഇതിനൊരു ഉത്തരം ഫസ്റ്റ് പറയണം. വേണമെങ്കിൽ എടുത്താൽ മതി. ഇത് അതിനെടുത്തില്ലല്ലോ. എടുത്തതിന് മുമ്പ് ഒരു കൂലി തന്നിട്ടുണ്ട്. ജ്യൂസ് ഓറഞ്ചാണ് എടുക്കണുണ്ട്. അങ്ങനെ എവിടെ പോണു പ്രശ്ന? എവിടെ പോണു? എന്തിനാ? ഇലയിൽ കഴിക്കാനുള്ള പൂതി കൊണ്ടാ? പാത്രം കഴുകാനുള്ള മടി കൊണ്ട്. മഴയോ ഒഴുകി വരുന്നു. നമ്മളെന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? ഇത്രയും നല്ല ഇല ഉള്ളപ്പാ ഇവിടെ വരുമ്പോഴല്ലേ ഇങ്ങനെ ഇലയിലൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പിള്ളേർക്ക് ചേർന്നു. എത്ര ഇല വേണം? 5 ഇലയാണ്. 5 ഉണ്ടോ? 3 അത് വേണോടി. ഒടിഞ്ഞിരിക്കേ, അത് കീറിയിരിക്കേ. കളഞ്ഞു. ഇവിടെ അപ്പുറത്തെ വശത്തേക്ക് ബാ. ഇവിടെ കാണാനില്ല. ഇതൊക്കെ ഒരുമാതിരി വൃത്തിയില്ലാത്ത. ഇതവിടെ പോവാം. അതാണ് തോന്നുന്നു.
ഓ എത്ര എണ്ണായി? 4 എണ്ണം. എന്നാ. എന്നാ. പറ്റില്ല. ഇതേടി വാ. ഇവിടെ നിന്നപ്പേ ഈ അരിയൊന്നും കണ്ടില്ല. ഇവിടത്ത് പോയി കഴിഞ്ഞപ്പോഴും കാണും. 5-6 5-6 ഈ ഇല വേണോ? ഓക്കെ, ഇല സെറ്റായി. കീറി ഞാൻ അതെ നിറച്ചല്ലേന്ന്, പക്ഷെ ഒന്നും കിട്ടണില്ല. അങ്ങനെ 6 ഇല കിട്ടിയിരിക്കുന്നു. അവിടെ ദേ ഇവള് ഇടക്കിടക്ക് ചാടണം. എന്താണ് ഉമ്മ കാണണ്ടാട്ട നിന്നെ? പിന്നെ ഇറങ്ങിയതെന്ന് പറഞ്ഞില്ലേടി? ഇറങ്ങിയതെന്ന് പറഞ്ഞല്ലേടി? എന്നിട്ട് നീ എന്നിനെ ഇറങ്ങി ചോറിനോടി? ഉമ്മന്റെ പുന്നരമുള്ളാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇവിടെ മഴ പിടിച്ച് കടുത്ത മഴയാണ്. അപ്പൊ അതേ ചോറ് തിന്നാനായിട്ട് ഇരിക്കുകയാണ്. നെയ്ച്ചോറുണ്ട്, കച്ചമ്പറുണ്ട്, പുളിങ്കറി വസന ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചാറുണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഉമ്മ വെച്ച ചിക്കൻ കറി കൂട്ടാനാണ് മെയിനായിട്ട് ഓടി വന്നേട്ടാ. ഇങ്ങനെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ സീറ്റും അത് അവരുടെ സീറ്റാണ്, കുട്ടികളുടെ സീറ്റാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയത്. ഫസ്റ്റ് ഇറങ്ങി. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.